വളാഞ്ചേരി നഗരത്തിൽ രാത്രിയായാൽ LED ലൈറ്റുകളുടെ വെളിച്ചത്തിൽ തകൃതിയിലാണ് മത്സ്യവിൽപ്പന. വളാഞ്ചേരി സെൻട്രൽ ജംഗ്ഷനിൽ വാഹനത്തിലെത്തിച്ചാണ് വിൽപ്പന നടക്കാറുള്ളത്. എന്നാൽ ഇതിൽ ഭൂരിഭാഗവും പഴയ മീനുകളാണെന്നാണ് പരാതി. നേർപകുതി വിലയ്ക്കും അതിനേക്കാൾ കുറച്ചും മീനുകൾ വിൽക്കുന്നിടത്തേക്ക് നിരവധി ആളുകളാണ് എത്തിയിരുന്നത്. വീട്ടിലെത്തി മീൻ വൃത്തിയാക്കി കഴിക്കാൻ നേരമാണ് മീനിൻ്റെ അഴുകിയ അവസ്ഥ പലർക്കും മനസ്സിലാവുക. വായിൽ വയ്ക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് മീനെന്നാണ് പലരും പറയുന്നത്. മീൻ കഴിച്ച് അസ്വസ്ഥത അനുഭവപ്പെട്ട നിരവധി പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇത് ചോദ്യം ചെയ്യാനായി വിൽപ്പന സ്ഥലത്തേക്ക് എത്തിയെങ്കിലും കച്ചവടക്കാരെ കാണാനുണ്ടായിരുന്നില്ലെന്ന് ഇവർ പറയുന്നു. ഇവിടെ വന്നപ്പോൾ വണ്ടിക്കാർ പറഞ്ഞിട്ടാണ് ഒരു 10-12 ആൾക്കാർ ഇവിടെ വന്നു. ഏതൊരു കുട്ടി ഹോസ്പിറ്റലിൽ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ കുട്ടിയെ കണ്ടിട്ടില്ല. ഒരു കുട്ടി ഹോസ്പിറ്റലിൽ ഇവിടെ വണ്ടിക്കാരെ എല്ലാവരും കൂടി വന്ന് കൊടുത്തു. അങ്ങനെ പോയി. ഞാൻ വന്നതിന് ശേഷം ഇപ്പോൾ 2-3 ആൾ വേറെ വന്നു. ഒരു 2-3 ആൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ മൊത്തം ഞങ്ങൾ 4-5 ആൾക്കാർ ആ മീൻ കൊണ്ട ആൾക്കാർ ഇവിടെ ഉണ്ട്. അത് ഇന്ന് ഇതേ ടൈമിൽ 11:16 അതന്നെ. അപ്പോൾ ഇതിന് 2 വണ്ടിക്കാർ ഇവിടെ നിർത്തി പോവുകയും ചെയ്തു. മീൻ ഉള്ളിക്കിട്ടിട്ട് അത് ഞങ്ങൾ ഒരുപാട് ആൾക്കാർ കണ്ടതാണ്. അതിനൊരു വണ്ടി എടുത്ത് വെച്ച് പോവുകയും ചെയ്തു. മാർക്കറ്റുകളിലെ വിൽപ്പനയ്ക്ക് ശേഷം പഴകിയ മീനുകൾ പലരും പണം കൊടുക്കാതെ വാങ്ങാറുണ്ട്. ഇവയാണ് രാത്രികാലങ്ങളിൽ പകുതിയിലധികം വില കുറച്ച് വിറ്റഴിക്കുന്നത്. ഈ അനധികൃത മത്സ്യക്കച്ചവടത്തിനെതിരെ നാട്ടുകാർ പോലീസിൽ പരാതി നൽകി. ടൈമിൽ ഇത് പൊരിച്ചിട്ട് അത് എടുത്ത് വായയ്ക്ക് വെക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അഴുകിയ മീനാണ്. അത് മാത്രമല്ല ഭയങ്കര സ്മെല്ലും. അപ്പോൾ ആ മീനായിട്ട് ഞങ്ങൾ ഈ ടൈമിലാണ് അവർ കച്ചവടം തുടങ്ങൽ. അപ്പോൾ ഈ ടൈമിൽ 10 മണിക്ക് ശേഷം ഞങ്ങൾ വന്നതാണ്. ആ മീനായിട്ട് ഞങ്ങളുടെ കയ്യിൽ മീനുണ്ട്, പൊരിച്ച മീനുണ്ട്. ഞങ്ങൾ അതുമായിട്ട് വന്നതാണ്. അവരെ ഇവിടെ ഉണ്ടാവുന്നുള്ള ലെവലിൽ വന്നതാണ്. പക്ഷേ അവരിവിടെ ഇല്ല. ഞങ്ങൾ വിളിച്ചു. അവർക്ക് നമ്പർ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ഗൂഗിൾ പേ ചെയ്ത നമ്പർ ഉണ്ടായിരുന്നു. ഞങ്ങൾ നമ്പറിൽ വിളിച്ചപ്പോൾ ആദ്യം അവർ ബിസിയാക്കി. പിന്നെ ഫോൺ എടുക്കണില്ല. ഞങ്ങൾ വേറെ നമ്പറിൽ നിന്ന് വിളിച്ചപ്പോൾ ഫോൺ എടുത്തു. പക്ഷേ ഞങ്ങൾ സംസാരിക്കുന്നില്ല. അതാണ് ഉണ്ടായത്. സമീപ പ്രദേശങ്ങളിലെ പഞ്ചായത്തുകളിലേക്കും പാലക്കാട് ജില്ലയിലെ പഞ്ചായത്തുകളിലേക്കുമാണ് രാത്രിയിൽ ഇത്തരം മത്സ്യങ്ങൾ വാങ്ങി കൊണ്ടുപോകുന്നത്. ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള വളാഞ്ചേരിക്ക് പരിസര പ്രദേശങ്ങളിലെ ഹോസ്റ്റലുകളിലേക്കും ക്യാൻറ്റീൻ നടത്തുന്നവർ വില കുറഞ്ഞ ഇത്തരം മീനുകൾ കൊണ്ടുപോകാറുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. ഇത്തരക്കാർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നാണ് വ്യാപക ആവശ്യം. സീ മലയാളം ന്യൂസ്, മലപ്പുറം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.